ഇത് നമുക്ക് മഴക്കാലത്ത് കിട്ടിയൊരു വീടിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാട്ടോ. പെയിൻറ്റിങ് അല്ല, വൈറ്റ് സിമെൻറ്റ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ വൈറ്റ് സിമെൻറ്റ് അടിക്കുന്ന ഒരു വർക്കാട്ടോ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 650 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള ഒരു വീടിൻ്റെ വർക്കാണ് നമുക്ക് കിട്ടിയത്. മഴക്കാലത്ത് സംബന്ധിച്ചിടത്തോളം പെയിൻറ്റിങ് വളരെ കമ്മിയായിരിക്കും. ആരും അങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം ഒന്നാമത് മഴ കാരണം പെയിൻറ്റ് പോവാനും അതുപോലെ നമ്മൾ ഉണങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അത്യാവശ്യമുള്ളവർ മാത്രമാണ് മഴക്കാലങ്ങളിലൊക്കെ പെയിൻറ്റ് ചെയ്യാറ്. അത് കല്യാണം, അതുപോലെ വീടിൻ്റെ പാലുകാച്ചൽ എന്നിവയ്ക്ക് ഉള്ളവർ മാത്രമാണ് മഴക്കാലങ്ങളിൽ മിക്കവാറും പെയിൻറ്റ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേനൽക്കാലം ആ സമയങ്ങളിൽ മാത്രമാണ് എല്ലാ പെയിൻറ്റിങ്ങുകാർക്കും വർക്ക് ഉണ്ടാവാറ്. ഇപ്പോൾ വീട് പെയിൻറ്റൊക്കെ ചെയ്യുന്നവർ വർക്ക് മഴക്കാലത്ത് ചെയ്യേണ്ടതല്ല, അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക. പെയിൻറ്റിങ്ങുകാർക്ക് വർക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് മഴക്കാലത്തും ചെയ്താൽ തന്നെയാണ് നമുക്ക് പെയിൻറ്റിങ്ങുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഉള്ളിൽ ചെയ്യാൻ ശ്രമിക്കുക. പുറത്തൊന്നും നമുക്ക് മഴയുള്ള സമയങ്ങളിൽ ചെയ്താൽ ഉണങ്ങാനും പെയിൻറ്റ് പോയിട്ട് അത് നമുക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. മഴക്കാലത്ത് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് വൈറ്റ് സിമെൻറ്റ് അടിക്കുക എന്നാണ്. നമുക്ക് വൈറ്റ് സിമെൻറ്റൊക്കെ പുറത്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ അത് വെലിഞ്ഞിട്ട് അതവിടെ സെറ്റാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മഴ പെയ്താൽ പിന്നീട് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ചുമരൊക്കെ നല്ല നനഞ്ഞിട്ടാവും കിടക്കുന്നുണ്ടാവും. അത് ഒന്ന് വെലിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ല വെയിൽ തന്നെ വേണം. അപ്പോൾ അത് നമ്മൾ ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അത് ഉണങ്ങാൻ സാധ്യത ഉള്ളത്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്നത് പോകാനും സാധ്യത. പിന്നെ മിക്കവാറും നമുക്ക് നനവ് വിട്ടു നിൽക്കാത്ത ചുമരുകൾ ഒരുപാടുണ്ടാവും മഴക്കാലത്ത്. അവിടെയൊക്കെ നമ്മൾ പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ അത് ഈർപ്പം നിന്നിട്ട് ആ ഭാഗങ്ങളിൽ പെയിൻ്റ് പെട്ടെന്ന് അടർന്നു പോരാനും അവരൊരു പൂപ്പൽ പോലെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കാലങ്ങളിൽ നമ്മൾ മിക്കവാറും പെയിൻറ്റിങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പെയിൻറ്റിങ് ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഉള്ളിലൊക്കെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല. എന്നാലും നമ്മൾ പുറത്ത് നന്നായി മഴ പെയ്യുന്ന സമയങ്ങളിൽ ഉള്ളിലേക്ക് ഈ ഈർപ്പം വരാൻ സാധ്യതയുണ്ട്. ചുമരിൻ്റെ പുറം ഭാഗങ്ങളിലൂടെയൊക്കെ നനവ് ചെന്നിട്ട് ഉള്ളിലേക്ക് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ കിനിവും കാര്യങ്ങളൊക്കെ നനവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഭാഗങ്ങളിൽ പെയിൻറ്റ് അടിച്ചാൽ ഉണങ്ങാത്തൊരു സിറ്റുവേഷൻ മഴക്കാലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും മഴക്കാലം കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പെയിൻറ്റിങ്ങാരനായതുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് പെയിൻറ്റിങ് ഉണ്ടാവണം. നമ്മളതിൻ്റെ ഒരു ദോഷത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.